പലസ്തീനിലെയും ഗാസയിലെയും മുസ്ലിം ജനതയ്ക്ക് വേണ്ടി സഹായം എത്തിക്കാനും ലോകം മുഴുവൻ പ്രതിരോധം സൃഷ്ടിക്കുവാനും പരേഡുകൾ നടത്തുവാനും ലോകം മുസ്ലിം സമൂഹം മുഴുവൻ മുന്നണിയിലുണ്ട്. അവരോടൊപ്പം ചേരാൻ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുമുണ്ട്. അതേസമയം പലസ്തീനിൽ നിശബ്ദ വംശഹത്യക്ക് ഇരയാകുന്ന ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് ആർക്കും ഒരു പരിഗണനയുമില്ല. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും പ്രശ്ന സങ്കീർണവുമായ സ്ഥലമാണ് ഇസ്രായേലും പാലസ്തീനും. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമാണിത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണ് പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ അവർ നൂറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചരിത്രപരമായ ജനത നിശബ്ദമായ ഒരു വംശനാശത്തിൻ്റെ വക്കിലാണ്. കണക്കുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. 1922 മൊത്തം പലസ്തീൻ ജനസംഖ്യയുടെ 11% ക്രൈസ്തവരായിരുന്നു. 2024 ഈ സംഖ്യ 1% താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. അതായത് ഒരു നൂറ്റാണ്ടിനിടെ 90% തകർച്ച സംഭവിച്ചിരിക്കുന്നു. ആ കണക്കുകളിലേക്ക് വിശദമായി എത്തുന്നതിന് മുമ്പ് പലസ്തീൻ എന്ന ഭൂമികയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന വിശാലമായ ഒരു ആവശ്യമാണ് പാലസ്തീനികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 157 രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളിൽ പെടുന്നവയുമാണ്. പലസ്തീൻ രാഷ്ട്രം അവകാശപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ 3 പ്രധാനപ്പെട്ട മേഖലകളായാണ് കിടക്കുന്നത്. ഒന്നാമത്തെ മേഖല ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ മുനമ്പാണ്. ഹമാസ് ആണ് അവിടെ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ യുദ്ധാനന്തരം ആ ഭൂമിയെ സംബന്ധിച്ചുള്ള വളരെ ദയനീയമായ ചിത്രങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് കാടായിട്ട് അത് മാറ്റപ്പെട്ടിരിക്കുന്നു. വളരെ ചെറിയ ഒരു പ്രദേശമാണ്. രണ്ടാമത്തെ മേഖല വെസ്റ്റ് ബാങ്ക് ആണ്. പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പ്രസിദ്ധമായതും വേദപുസ്തകത്തിൽ പലതവണ പരാമർശിക്കപ്പെട്ടുള്ളതുമായ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമുണ്ട്. യേശുക്രിസ്തു ജനിച്ച ബേത്ലഹേം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നായ ശമരിയ, അബ്രഹാമിൻ്റെയും സാറയുടെയും മറ്റു ഗോത്രപിതാക്കന്മാരുടെയും കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന ഹെബ്രോൻ, ഇതൊക്കെ ഈ മേഖലയിൽപ്പെട്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കിഴക്കൻ ജെറുസലേം. ഇവിടെയാണ് ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങളും നിർമ്മിതികളുമുള്ളത്. ഇതൊരു തർക്ക മേഖല കൂടെയാണ് എന്നത് ഓർക്കുക. അവിടുത്തെ വേദപുസ്തകപരമായ പ്രാധാന്യം ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. യേശു പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും കച്ചവടക്കാരെ പുറത്താക്കുകയും ചെയ്ത ഹെരോദാവിൻ്റെ ദേവാലയം അല്ലെങ്കിൽ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ടെമ്പിൾ മൗണ്ട് ഈ മേഖലയിലാണ്. ഇന്നവിടെ മുസ്ലിം ആരാധനാലയങ്ങളായ ഡോം ഓഫ് ദ റോക്കും അൽ അക്സ മോസ്കുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് യഹൂദന്റെ 3ാം യെരുശലേം ദേവാലയം പണിയപ്പെടേണ്ടതെന്ന് അവർ വിശ്വസിക്കുന്നു. പഴയ തകർക്കപ്പെട്ട യെരുശലേം ദേവാലയത്തിൻ്റെ ഒരു ഭാഗം വെസ്റ്റേൺ വാൾ, അതായത് വിലാപമതിൽ, ഇപ്പോഴും അവിടെയുണ്ട്. ഓൾഡ് സിറ്റിക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒലിവുമല യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. യേശു സ്വർഗാരോഹണം ചെയ്തതും മടങ്ങി വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ സ്ഥലം അതും ഈ മേഖലയിലാണ്. യേശു അവസാനമായി പ്രാർത്ഥിച്ച ഗത്സമനെ തോട്ടം, അതുപോലെ തന്നെ ലാസറിൻ്റെ ഭവനവും ലാസറിനെ ഉയർപ്പിച്ച സ്ഥലമുള്ള ബഥാന്യയും ഒലിവുമലയുടെ കിഴക്കൻ ചെരുവിലുള്ള ഒരു ഗ്രാമമാണ്. അതുപോലെ തന്നെ 38 വർഷമായി കിടപ്പിലായിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ആ ബെഥസ്ത കുളം ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വേദപുസ്തകവുമായി വളരെ അടുത്ത ബന്ധമുള്ള സ്ഥലങ്ങളാണ് ഈ പഴയ യെരുശലേം നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് പാലസ്തീൻ പ്രദേശമെന്നാണ് പലസ്തീനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇനി ഈ മേഖലയിലെ ജനസംഖ്യാപരമായ കണക്കുകളൊന്ന് നോക്കുന്നത് രസകരമാണ്. ഇപ്പോൾ യുദ്ധം നടന്ന ഗാസയിൽ ആകെ ജനസംഖ്യ 22 ലക്ഷമാണ്. പലസ്തീനി മുസ്ലിങ്ങളാണ് ഈ 22 ലക്ഷം ആളുകൾ. നേരത്തെ അവിടെ കുറെ ഇസ്രായേലി കുടിയേറ്റക്കാരുണ്ടായിരുന്നു. 2005 അവരെ മുഴുവൻ ഇസ്രായേൽ ഒഴിപ്പിച്ചിരുന്നു. അവിടെ പലസ്തീനി ക്രിസ്ത്യാനികളായി ഗാസയിൽ ഉണ്ടായിരുന്നത് 1000 ആളുകൾ മാത്രമാണ്.
ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വന്നാൽ 30 ലക്ഷം ജനങ്ങളാണ് വെസ്റ്റ് ബാങ്കിൽ ആകെ ഉള്ളത്. അവിടെയുള്ള ഇസ്രായേലി കുടിയേറ്റക്കാർ 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ വരും. അവിടെയുള്ള പാലസ്തീനി ക്രിസ്ത്യാനികൾ 45,000 പേരാണ്. ഇനി കിഴക്കൻ ജെറുസലേമിലേക്ക് വന്നാൽ ആകെ ജനസംഖ്യ 6 ലക്ഷം. പലസ്തീനി മുസ്ലിങ്ങൾ അതിൽ 3,60,000-വും ഇസ്രായേലി കുടിയേറ്റക്കാർ 2,40,000-വും വരും. അവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ട്. ഏകദേശം 15,000 ക്രിസ്ത്യാനികളാണ്, പലസ്തീൻ ക്രിസ്ത്യാനികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് ആ സമൂഹം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ള വലിയ സമ്മർദ്ദത്തിന്റെ നടുവിലാണ് ഈ ക്രിസ്തീയ സമൂഹം. ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഒരു വശത്ത്, പലസ്തീനിയൻ അതോറിറ്റിയുടെയും ഹമാസിന്റെയും കീഴിലുള്ള മതപരമായ വിവേചനങ്ങളും അതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയും മറുവശത്ത്. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് 2023 ഒക്ടോബറിൽ ഗാസ പ്രതിസന്ധി ആരംഭിക്കുന്നത്. ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹം എക്കാലവും വളരെ ചെറുതായിരുന്നു. 2007 ഹമാസ് അധികാരം പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഏകദേശം 5,000 ക്രിസ്ത്യാനികൾ ഗാസയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2023 ആയപ്പോഴേക്ക്, അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയമായപ്പോഴേക്ക് കേവലം 1000 പേരായി കുറഞ്ഞിരുന്നു. ഈ ചെറിയ സമൂഹത്തിന്റെ മേൽ ഈ യുദ്ധം വരുത്തിയത് വല്ലാത്തൊരു ദുരന്തമായിരുന്നു. 2025 ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം പകുതിയിലേക്ക് താണിരിക്കുന്നു. അതായത് 1000 പേരുണ്ടായിരുന്നിടത്ത് നിന്ന് അത് 500 കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ സമൂഹം തന്നെ ആ പ്രദേശത്ത് നിന്ന് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർ തങ്ങളുടെ ജീവനും എടുത്തുകൊണ്ട് സുരക്ഷിത താവളങ്ങൾ അന്വേഷിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 19 ഗാസ സിറ്റിയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം സത്യത്തിൽ ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഗാസയിലെ ഏകദേശം 800 ക്രിസ്ത്യാനികൾ ഇവിടെ അഭയം തേടിയിരുന്നു ഈ പള്ളി കോമ്പൗണ്ടിൽ. അതായത് ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആകെയുള്ള 1000 പേരിൽ 80% പേരും ഈ പള്ളി കോമ്പൗണ്ടിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. ഒരു മിസൈൽ ആക്രമണത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന മൾട്ടിപർപ്പസ് കെട്ടിടം തകർക്കപ്പെടുകയും കുട്ടികൾ ഉൾപ്പെടെ 18 സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു സമൂഹം വെറും 1000 പേരായിരിക്കുന്നു, അവരിൽ 18 പേർ ഒന്നിച്ചു മരിച്ചു എന്ന് പറയുന്നത് ആ സമൂഹത്തിന് ഏൽപ്പിച്ച ആഘാതം എത്ര വലുതാണ്. ഈ ആക്രമണത്തിന് ശേഷം ഈ ദേശം വിട്ട് രക്ഷപ്പെടുവാൻ കിട്ടിയ എല്ലാ അവസരങ്ങളും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇപ്പോൾ 500 പേരിൽ താഴേക്ക് അത് കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ആക്രമണമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ ഗാസയിലെ ദുരന്തം ഏറ്റവും തീവ്രമാണെങ്കിൽ വെസ്റ്റ് ബാങ്കിലെയും ഈസ്റ്റ് ജെറുസലേമിലെയും ക്രിസ്ത്യാനികൾ നേരിടുന്നത് ദീർഘകാലമായുള്ള ഘടനാപരമായ ശോഷണമാണ്. അവരെ സമൂഹം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ക്രിസ്തു ജനിച്ച ബേത്ലഹേം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ്. 1950 ബേത്ലഹേമും സമീപ ഗ്രാമങ്ങളിലുമായി അവിടുത്തെ ജനസംഖ്യയുടെ 86% ക്രിസ്തീയ വിശ്വാസികളായിരുന്നു. അതായത് ആ ദേശത്തെ ഭൂരിപക്ഷം ക്രൈസ്തവരായിരുന്നു എന്ന് ചുരുക്കം. എന്നാൽ പാലസ്തീനിയൻ അതോറിറ്റി 1994 ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഈ പ്രദേശത്ത് നിന്ന് ക്രൈസ്തവരുടെ പലായനം വർദ്ധിക്കുവാൻ തുടങ്ങി. 2017 സെൻസസ് പ്രകാരം ബേത്ലഹേമിലെ ക്രിസ്ത്യൻ ജനസംഖ്യ വെറും 10% മാത്രമായി കുറഞ്ഞു. ഇപ്പോൾ 8 വർഷത്തിന് ശേഷം പുതിയ കണക്ക് നോക്കിയാൽ അതിലും താഴേക്ക് പോയി കാണുമെന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ക്രൈസ്തവരുടെ അംഗസംഖ്യ കുറയുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ പല കാരണങ്ങളുണ്ട്. കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് ഈ ദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ കാരണം ആ പ്രദേശത്തെ ജനങ്ങൾ അതിദയനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവരെ തിരിച്ചറിയാൻ വേണ്ടി നിറം വെച്ചുള്ള ചില കാർഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം ഇവർക്ക് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുവാൻ. അവർക്ക് ജോലി, മറ്റു കാര്യങ്ങളെല്ലാം വലിയ ദുരിതപൂർണമായ അവസ്ഥയാണ് അവർക്കുള്ളത്. സഞ്ചാര സ്വാതന്ത്ര്യം പോലും വല്ലാതെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം, ഇസ്രായേലിൽ നിന്ന് ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് കുടിയേറി താമസിപ്പിച്ചിരിക്കുന്ന ആളുകൾ ഇവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. വെസ്റ്റ് ബാങ്കിലെ പൂർണ്ണമായും ക്രിസ്ത്യാനികൾ മാത്രം വസിക്കുന്ന ഒരു ഗ്രാമമാണ് തൈബെ എന്ന് പറയുന്നത്. ആധുനിക ജൂത കുടിയേറ്റ സംഘങ്ങളുടെ തുറന്ന ലക്ഷ്യസ്ഥാനമാണ് ഈ തൈബെ. അവിടെ കുടിയേറ്റക്കാർ ഭൂമി കയ്യേറുകയും വീടുകൾ കത്തിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ അധികാരികൾ കെട്ടിട നിർമ്മാണ അനുമതികൾ ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കുന്നു. 2025 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ 1288 പലസ്തീനിയൻ ക്രിസ്ത്യാനികളുടെ കെട്ടിടങ്ങൾ ആ മേഖലയിൽ പൊളിച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു വലിയ പ്രശ്നം പലസ്തീനിയൻ ഭരണകൂടത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന വിവേചനമാണ്.
ക്രിസ്ത്യാനികളുടെ പലായനത്തിന്റെ എല്ലാ പ്രധാന കാരണങ്ങളും ഇസ്രായേലിന്റെ തലയിൽ വെക്കുവാൻ ഒക്കെയില്ല. പലസ്തീൻ അതോറിറ്റിയും ഹമാസും ഒക്കെ അവരുടെ ഭരണത്തിന് കീഴിൽ ആഭ്യന്തര വിവേചനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ തൊഴിൽ മേഖലയിൽ വ്യാപകമായ വിവേചനം നേരിടുന്നു. പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലുള്ള നിയമവ്യവസ്ഥയിൽ ഇസ്ലാം ഔദ്യോഗിക മതമായതിനാൽ മതന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നില്ല. മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്നുള്ള നിരന്തര ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴും ഭയം കാരണം ക്രിസ്ത്യാനികൾ അധികാരികളോട് ഇതൊന്നും പരാതിപ്പെടാറില്ല. കാരണം പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്ന് അവർക്കറിയാം. ഇനി ഗാസയിലേക്ക് വന്നാൽ, ഹമാസിന്റെ കീഴിൽ ഗാസയിൽ തീവ്രമായ ഇസ്ലാമികവൽക്കരണമാണ് നടക്കുന്നത്. ക്രിസ്ത്യാനികൾ അവിടെ രണ്ടാം തര പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി സമ്മർദ്ദത്തിലാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ സ്ത്രീകൾ നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു. ഈ സാമൂഹികവും മതപരവുമായ സമ്മർദ്ദങ്ങൾ ജീവൻ നിലനിർത്താൻ അവിടെ നിന്ന് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടുവാനാണ് അവിടെയുള്ള ക്രിസ്ത്യാനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ നിയന്ത്രണങ്ങളും പലസ്തീനിയൻ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള വിവേചനങ്ങളും ചേരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് സ്വന്തം മണ്ണിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അതോടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് ആ മേഖല നേരിടുന്ന, അവിടുത്തെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആഴം. ഇനി ഇതൊന്നുമല്ലാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. ദൈവശാസ്ത്രപരമായ ഒരു ഒറ്റപ്പെടലാണ്. പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാശ്ചാത്യ ലോകത്തെ ക്രിസ്ത്യാനികളിൽ നിന്നുള്ള പിന്തുണയില്ലായ്മയാണ്, അവഗണനയാണ്. ക്രിസ്ത്യൻ സയനിസം പിന്തുടരുന്ന പാശ്ചാത്യ സഭകൾ ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങളെ ദൈവിക പദ്ധതിയായി കാണുന്നു, അങ്ങനെ പ്രസംഗിക്കപ്പെടുന്നു, അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. ഇത് പാലസ്തീനിയൻ ക്രിസ്ത്യാനികൾക്ക് ദൈവശാസ്ത്രപരമായ ഒരു വഞ്ചനയായാണ് അനുഭവപ്പെടുന്നത്. തങ്ങളെ കുടിയിറക്കുന്ന രാഷ്ട്രീയ നടപടികൾക്ക് തങ്ങളുടെ വിശ്വാസികൾ തന്നെ, തങ്ങളുടെ സഹവിശ്വാസികൾ തന്നെ പിന്തുണ നൽകുമ്പോൾ വിശുദ്ധ ഭൂമിയിൽ തുടരാനുള്ള ധാർമ്മിക പ്രേരണ അവർക്ക് നഷ്ടപ്പെടുന്നു. നിലവിൽ 56% പലസ്തീനിയൻ ക്രിസ്ത്യാനികളും ഡയസ്പോറയുടെ ഭാഗമാണ്, പ്രവാസികളാണ്. പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ ഇല്ലാതെയാകുന്നു എന്നതൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ലോക ക്രൈസ്തവ പൈതൃകത്തിൻ്റെ തന്നെ നഷ്ടമാണ്. ഈ സമൂഹം പൂർണ്ണമായും ഇല്ലാതെയായാൽ ക്രിസ്തുവിൻ്റെ ജനനവും പുനരുദ്ധാനവും നടന്ന ഭൂമിയിൽ വെറും കല്ലുകളും ശൂന്യമായ പള്ളികളും മാത്രമായിരിക്കും അവശേഷിക്കുക. അല്പം ക്രൂരമായൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. പലസ്തീനിലെയും ഗാസയിലെയും മുസ്ലിം ജനതയ്ക്ക് വേണ്ടി സഹായം എത്തിക്കാനും ലോകം മുഴുവൻ പ്രതിരോധം സൃഷ്ടിക്കുവാനും പരേഡുകൾ നടത്തുവാനും ലോകം മുസ്ലിം സമൂഹം മുഴുവൻ മുന്നണിയിലുണ്ട്. അവരോടൊപ്പം ചേരാൻ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുമുണ്ട്. അതേസമയം പലസ്തീനിൽ നിശബ്ദ വംശഹത്യയ്ക്ക് ഇരയാകുന്ന ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് ആർക്കും ഒരു പരിഗണനയുമില്ല. എന്തിനേറെ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമുള്ള പഴയ ക്രിസ്തീയ പള്ളികളും ചരിത്ര പ്രാധാന്യമോ വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ ആയ ആർക്കിയോളജിക്കൽ സൈറ്റുകളെല്ലാം സംരക്ഷിക്കപ്പെടുവാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. യുദ്ധം നിലച്ചാൽ ആ പുണ്യഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയും ചെയ്യും. ജീവനില്ലാത്ത കല്ലും മണ്ണും സംരക്ഷിക്കുവാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ഈ ഭൂമിയിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന വിശ്വാസം സംരക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തെ എല്ലാവരും അവഗണിക്കുന്നു. ഈ ജീവനുള്ള കല്ലുകളെ സംരക്ഷിക്കുവാൻ അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹം ഉണരണം. ഇസ്രായേലിൻ്റെ അധിനിവേശ നയങ്ങൾക്കെതിരെയും ആഭ്യന്തര വിവേചനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തേണ്ടത് നീതിയുടെ ആവശ്യകതയാണ്. വിശുദ്ധ നാട്ടിൽ ഈ പ്രാചീന സമൂഹം അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അർഹരാണ്. ദൈവം അതിനവർക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.